Hello students, today we will see the linear defects or line defects. The line കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടത് പോയിന്റ് ഡിഫക്ട്സ് ആണ്. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റ്, വേക്കൻസി, ഇമ്പ്യൂരിറ്റി, ആറ്റം, അങ്ങനെ അതിൻ്റെ പല ഡിഫറെൻറ്റ് വേരിയേഷൻസ് നമ്മൾ കണ്ടു. ടുഡേ വി വിൽ സി ദ ലീനിയർ ഡിഫക്റ്റ്. ലീനിയർ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എലോങ് എ ലൈൻ ഡിഫക്ട്സ് ഉണ്ടാവുക. ക്രിസ്റ്റലിൽ ഒരു ലൈൻ എലോങ് എ ലൈൻ ഡിഫക്ട്സ് ഉണ്ടാവുന്ന അങ്ങനത്തെ ഡിഫക്റ്റിനെയാണ് ലീനിയർ ഡിഫക്ട്സ് അല്ലെങ്കിൽ ലൈൻ ഡിഫക്റ്റ്. അതിനുള്ള വേറൊരു പേരാണ് ഡിസ്ലൊക്കേഷൻ. ഓക്കെ, അപ്പോൾ ഡിസ്ലൊക്കേഷൻ ഇസ് എ ലീനിയർ ഓർ വൺ ഡയമെൻഷണൽ ഡിഫക്റ്റ് അറൗണ്ട് വിച്ച് സം ഓഫ് ദി ആറ്റംസ് ആർ മിസ് അലൈൻഡ്. അപ്പോൾ നമുക്കറിയാം ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ആറ്റമിക് അറേഞ്ച്മെൻറ്റിൽ ഉണ്ടാകുന്ന ഒരു വേരിയേഷനാണ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ ഓർ വൺ ഡയമെൻഷണൽ ഡിഫക്റ്റ് ആയിരിക്കും. ആ വൺ ഡയമെൻഷനൽ ആയിട്ടൊരു അലോങ് എ ലൈൻ there will be a misalignment of atoms. അപ്പോൾ അവിടെ 3 ടൈപ്പായിട്ട് ഇത് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് എഡ്ജ് ഡിസ്ലൊക്കേഷൻ, രണ്ടാമത് സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ആൻഡ് മിക്സ്ഡ് ഡിസ്ലൊക്കേഷൻ. ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഡ്ജ് ഡിസ്ലൊക്കേഷൻ്റെയും സ്ക്രൂ ഡിസ്ലൊക്കേഷൻ്റെയും കോമ്പിനേഷനായിട്ട് രണ്ടും കൂടെ ഒരേ സമയത്ത് പ്രസൻ്റ് ആയിട്ടുള്ളതിനാണ് മിക്സ്ഡ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയും. അപ്പോൾ നമുക്ക് എന്താണ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ, അതുപോലെ എന്താണ് സ്ക്രൂ ഡിസ്ലൊക്കേഷൻ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, സോ ഫസ്റ്റ് വി വിൽ സി എഡ്ജ് ഡിസ്ലൊക്കേഷൻ. അപ്പോൾ എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ആറ്റംസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആറ്റംസിൽ നോക്കൂ, ഇതിൽ എത്രയാണ് 1 2 3 4 5 7 അറേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു സോളിഡിൻ്റെ ഒരു പോർഷനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റിൽ ഇവിടെ നോക്കൂ, ഒരു പെട്ടെന്ന് ഒരു ലൈൻ മിസ്സാവാണ്. ഒരു പ്ലെയിൻ ഇതിലൊരു ഹാഫ് പകുതിയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇത് മിസ്സാവാണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു ലൈനിൽ കാണുന്നില്ല അല്ലേ. ഇവിടെ എത്തുമ്പോഴേക്കും ഇത് 6 എണ്ണേ ഉള്ളൂ, ഇവിടേക്ക് 7 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഇവിടെ ഇത് ഒരു മിസ്സായി പോകണം. ഇതിനെയാണ് നമ്മൾ എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, an extra portion of a plane of atoms or half plane, the edge of which terminates within the crystal. അപ്പോൾ എക്സ്ട്രാ പോർഷൻ ഓഫ് എ പ്ലെയിൻ ഓഫ് ആറ്റംസ് ഓർ എ ഹാഫ് പ്ലെയിൻ ഓർ ദ എഡ്ജ് ഓഫ് വിച്ച് ടെർമിനേറ്റ്സ് വിത്തിൻ ദി ക്രിസ്റ്റൽ. അപ്പോൾ ഇതിൻ്റെ ഒരു പെർട്ടിക്കുലർ എഡ്ജിൽ ഇത് വിത്തിൻ ദി ക്രിസ്റ്റലിനുള്ളിൽ ഇത് ടെർമിനേറ്റ് ചെയ്യും, ഇല്ലാതെ നിന്ന് പോകുന്നു. സച്ച് ഡിഫക്റ്റ് ഈസ് കോൾഡ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ. This is termed as an edge dislocation. It is a linear defect that centers around the line that is defined along the end of the extra half plane of atoms, termed the dislocation line. ഇപ്പോൾ ഡിസ്ലൊക്കേഷൻ ലൈൻ എന്ന് പറയുന്നത് ഇതിനെയാണ്. ഇത് പെർപെൻഡിക്കുലർ ആയിരിക്കും ഈ പ്ലെയിനിന്, ഈ ഒരു പേജിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഡിസ്ലൊക്കേഷൻ ലൈൻ ഉണ്ടാവുക. അപ്പോൾ ഈ ഡിസ്ലൊക്കേഷൻ ലൈനിൽ ഇത് അങ്ങോട്ടേക്ക് ഇത് ഈ ആറ്റത്തിൻ്റെ ഇവിടെ നിന്ന് മിസ്സിങ് ആണ്, ഇല്ല കാണുന്നില്ല, ഇത് ടെർമിനേറ്റ് ആവും. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയാം. ഇവിടെ നമുക്ക് ഡിസ്ലൊക്കേഷൻ ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് ദി പേജ്. ഈ പേജിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ ലൈൻ ഉള്ളത്. അപ്പോൾ ഇവിടെയുള്ള അറേഞ്ച്മെൻറ്റിന് പെർപെൻഡിക്കുലർ, ഇത് ഇങ്ങനെയുള്ള പോകുന്ന അറേഞ്ച്മെൻറ്റിന് പെർപെൻഡിക്കുലർ, ഇവിടെയാണ് ഇത് ടെർമിനേറ്റ് ചെയ്യുന്നത്. സോ ദിസ് ലൈൻ ഈസ് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ലൈനാണ് എന്തെന്ന് പറയുന്നത് ഡിസ്ലൊക്കേഷൻ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഒരു റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ വിത്തിൻ ദ റീജിയൻ അറൗണ്ട് ദി ഡിസ്ലൊക്കേഷൻ ടൈം ദർ ഈസ് സം ലോക്കലൈസ്ഡ് ലാറ്റിസ് ഡിസ്റ്റോഷൻ. ഇവിടെ ലാറ്റിസ് ഡിസ്റ്റോഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ ഡിസ്ലൊക്കേഷൻ ലൈനിൻ്റെ മേലെ എന്താണ്, ഈ ആറ്റംസ് വളരെ ക്ലോസ് ആണ്. ഇവിടേക്ക് പോകുമ്പം ആറ്റംസ് ഒരുപാട് ദൂരത്തേക്ക് അകന്നു പോയിട്ടുണ്ട് അല്ലേ. ദ ആറ്റംസ് അബവ് ദി ഡിസ്ലൊക്കേഷൻ ലൈൻ ഇൻ ഫിഗർ ആർ സ്ക്യൂസ്ഡ് ടുഗദർ and those below are pulled apart. This is reflected in the slight curvature of the vertical plane of the atom as they bend around its extra half plane. അപ്പോൾ ഈ എക്സ്ട്രാ ഹാഫ് പ്ലെയിൻ എന്ന് പറയുന്നത് ഇത്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു ഹാഫ് പ്ലെയിൻ പകുതി മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ളൊരു അറേഞ്ച്മെൻ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് മനസ്സിലാക്കുക, ഇത് ഡിസ്ലൊക്കേഷൻ ലൈനാണ് ഇത്. ആൻഡ് ദ ഡിസ്ലൊക്കേഷൻ ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് ദി പേജ്. ഓക്കെ, അപ്പോൾ ഇത് ഡിനോട്ട് ചെയ്യുന്നത് ദ എഡ്ജ് ഡിസ്ലൊക്കേഷൻ ഇൻ ഫിഗർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ സിമ്പിൾ. ഇങ്ങനെ ഒരു സിമ്പിളാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, വിച്ച് ഓൾസോ ഇൻഡിക്കേറ്റ്സ് ദ പൊസിഷൻ ഓഫ് ദി ഡിസ്ലൊക്കേഷൻ ലൈൻ. അപ്പോൾ ഡിസ്ലൊക്കേഷൻ ലൈന് കാണിക്കാനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ
ഇതിനെ ഈ രീതിയിലും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് എഡ്ജ് ഡിസ്ലൊക്കേഷൻ. ഇത് ടി അല്ല, ശരിക്കും ഇതിനെ തിരിച്ചിട്ട രീതിയിലാണ് ഇവിടെ ഇതിങ്ങനെ ടി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാം. ഈ ഒരു സിമ്പിളിനെ നേരെ തിരിച്ചെഴുതുന്നത്. അപ്പോൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതാണ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിത്തിൻ ദി ക്രിസ്റ്റൽ ദ പ്ലെയിൻ ഓഫ് ആറ്റം വിൽ ബി ടെർമിനേറ്റഡ് വിത്തിൻ ദി ക്രിസ്റ്റൽ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു അലോങ് എ ലൈൻ ദർ വിൽ ബി എ misalignment of atoms. Such defect is known as linear defect or edge dislocation. Okay. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ സ്ക്രൂ ഡിസ്ലൊക്കേഷൻ നോക്കാം. സ്ക്രൂ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പം ഇതൊരു ആറ്റംസിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. അവിടെ എന്താണ് ഒരു ഷിയർ സ്ട്രെസ്സിനെ കൊണ്ട് ഈ ഇതിൻ്റെ അപ്പർ പോർഷൻ മൂവ് ചെയ്ത് പോയതാണ്. Being formed by a shear stress that is applied to produce the distortion shown in figure A. The upper front region of the crystal is shifted 1 atomic distance to the right relative to the bottom portion. ഇവിടെ ഈ മേലുള്ള ഇത് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, 1 atomic distance ഷിഫ്റ്റ് ചെയ്ത് ഇത്രയും അങ്ങോട്ട് ഇതിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. മുഴുവനായിട്ടില്ല, ഇവിടെ പകുതി നിന്ന് ഇങ്ങോട്ടേക്ക്. അപ്പം ഇവിടെ to the bottom portion. The atomic distortion associated with a screw dislocation is also linear and along the dislocation line. അപ്പോൾ ഇവിടെയും എന്തായിരിക്കും, ഈ ലീനിയർ ആണ് ഇതിൻ്റെ ഡിസ്ലൊക്കേഷൻ. ഇത് നമ്മളിവിടെ ഇതിൻ്റെ പ്ലെയിൻ ഇവിടെ നമ്മൾ വരയ്ക്കുകയാണ്. ഈ ഒരു ഉള്ളിലൂടെ ഉണ്ടാവുന്ന ഒരു പ്ലെയിൻ ഇല്ലേ, ഇതിന് അടുക്കുണ്ടാവുന്നത്, അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇങ്ങനെ പോകുന്നത് ഇവിടെ ഇത്രയും ഇതിങ്ങോട്ടേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഡിന്ന് ഇതിങ്ങോട്ടേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം the atomic distortion associated with the screw dislocation is also linear and along a dislocation line. Line AB in figure B. Line AB ഇതാണ് ഇതിൻ്റെ ഡിസ്ലൊക്കേഷൻ ലൈൻ. Line AB in figure B. Okay. The screw dislocation derives its name from the spiral or helical path or ramp that is traced around the dislocation line by the atomic plane of atoms. അപ്പോൾ along the dislocation line എന്താണ്, the screw derives the spiral or helical path or ramp that is traced around the dislocation line by the atomic planes of atoms. അപ്പം ഈ ഒരു ഡിസ്ലൊക്കേഷൻ ലൈനിൻ്റെ അറൗണ്ട് ആയിട്ടാണ് ഈ ഒരു ബാക്കിയുള്ള ആറ്റംസിനൊക്കെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവാം. അപ്പോൾ ഇതിന് നോക്കൂ, ഈ ഡിസ്ലൊക്കേഷൻ ലൈനിൻ്റെ മേലെയും താഴെയുള്ള ആറ്റംസിനാണ് ഒരു സ്പൈറൽ ഓർ ഹെലിക്കൽ ആയിട്ടുള്ള ചെറിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുക. ഈ ആറ്റംസ് ആണ് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ളത്, ഈ വൈറ്റ് ഡോട്ട്സ് ആയിട്ട് കാണിക്കുന്ന ആറ്റംസ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഡിസ്ലൊക്കേഷൻ ലൈൻ. അതിൻ്റെ അറൗണ്ട് ആയിട്ട് spiral or helical path or ramp that is traced around the dislocation by the atomic planes of atoms. And it is represented by this symbol. ഈ സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് സ്ക്രൂ ഡിസ്ലൊക്കേഷനെ എന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും, ഇതാണ് ഇതിന് ഡിസ്ലൊക്കേഷൻ ലൈൻ എന്ന് പറയുന്നത്. ഇതിന് അലോങ് ഈ ലൈനാണ്, AB ആണ്. ഡിസ്ലൊക്കേഷൻ ലൈനിൻ്റെ അറൗണ്ട് ആയിട്ടുള്ള ആറ്റംസ് ആണ് ഷിഫ്റ്റ് ആയി പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് എഡ്ജ് ഡിസ്ലൊക്കേഷനും സ്ക്രൂ ഡിസ്ലൊക്കേഷനും. എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു, ഒരു ആറ്റമിക് പ്ലെയിൻ മിസ്സിങ് ആയി പോവാണ്. അതിങ്ങനെ ആറ്റംസ് ഇങ്ങനെ ഉണ്ടാവുന്നത് അതിനൊരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒരു ലൈനിൽ ആറ്റംസ് ഇല്ലാതായി പോവാണ്. സ്ക്രൂ ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റംസ് ഡിസ്പ്ലേസ്ഡ് ആയി പോവാണ്, ഒരു ഷിയർ സ്ട്രെസ്സിനെ കൊണ്ട് മൂവ് ചെയ്ത് പോകുന്നതാണ്. ഇത് ശരിക്കും ഇവിടെ നേരെ ഇവിടെ ഇരിക്കേണ്ടത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയി പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ളതാണ് നമ്മൾ സ്ക്രൂ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ രണ്ടിൻ്റെയും മിക്സ്ഡ് ആയിട്ട് വരുന്നതാണ് മിക്സ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ മിക്സ് ഡിസ്ലൊക്കേഷനിൽ എന്തുണ്ടാകും, ദിൽ ബി ബോത്ത് ദി സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ആൻഡ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇത് സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ആണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ എഡ്ജ് ഡിസ്ലൊക്കേഷനും ഉണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ വരെയുള്ളൂ, ഇത് കഴിഞ്ഞാൽ ഇത് ടെർമിനേറ്റ് ചെയ്ത് പോകുന്നു. ഇവിടെയുള്ള പ്ലെയിൻസ് എല്ലാം താഴേക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള വരുന്നതാണ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ.
അപ്പം ഇവിടെ രണ്ടും പ്രസൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ യു ക്യാൻ സേ ദാറ്റ് ഹിയർ ദ ഡിസ്ലൊക്കേഷൻ ഈസ് മിക്സ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയാം. The violet point edge, it's pure edge dislocation ആണ്. at point ബിയിൽ ഇതാ ടെർമിനേറ്റ് ചെയ്യുന്നു, ഈ ലൈനിൽ ടെർമിനേറ്റ് ചെയ്യുന്നു. സോ ദർ ഇസ് എ എഡ്ജ് ഡിസ്ലൊക്കേഷൻ. ഓക്കെ, പിന്നെ ഇതിനെല്ലാം ഈ എഡ്ജ് ഡിസ്ലൊക്കേഷനും സ്ക്രൂ ഡിസ്ലൊക്കേഷനൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ യൂസ് ചെയ്യുന്നൊരു ഒരു ടേം ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ബർഗേഴ്സ് വെക്റ്റർ. ബർഗേഴ്സ് വെക്റ്റർ എന്ന് പറയുന്നത് the magnitude and direction of the lattice distortion associated with a dislocation is expressed in terms of Burgers vector. The magnitude and direction of the lattice distortion, ഒരു lattice distortionൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എപ്പോഴുള്ള lattice distortion ആയിരിക്കണം, ഡിസ്ലൊക്കേഷനെ കൊണ്ടുള്ള, അതായത് ലീനിയർ ഡിഫക്ട്സിനെ കൊണ്ടുണ്ടാകുന്ന, ലൈൻ ഡിഫക്ട്സിനെ കൊണ്ടുണ്ടാകുന്ന lattice distortion in the magnitude and direction is represented by Burgers vector, and it is denoted by the b, small b ആയിട്ടാണ്, vector b, small b ആയിട്ടാണ് denote ചെയ്യുക. Burgers vectors are indicated in ഈ നമ്മൾ നേരത്തെ ഉള്ള ഇതിൽ നമ്മൾ Burgers vector കണ്ടു, നോക്കൂ ഇവിടെ കണ്ടോ, ഇതാണ് Burgers vector ഇവിടുത്തെ. അതേപോലെ ഈ കേസിലും Burgers vector ഇങ്ങനെയുണ്ട്, ബർഗേഴ്സ് വെക്റ്റർ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നോക്കുക അത് എഴുതിയിരിക്കുന്നത്, ഇത് രണ്ടിലും കാണിക്കുന്നുണ്ട്. ഫർദർമോർ ദ നേച്ചർ ഓഫ് എ ഡിസ്ലൊക്കേഷൻ ഈസ് ഡിഫൈൻഡ് ബൈ ദ റിലേറ്റീവ് ഓറിയൻറ്റേഷൻ ഓഫ് ദ ഡിസ്ലൊക്കേഷൻ ലൈൻ ആൻഡ് ബർഗേഴ്സ് വെക്റ്റർ. ഇപ്പോൾ ലൈൻ ഡിസ്ലൊക്കേഷൻ ലൈനിൻ്റെ ഡയറക്ഷനും ബർഗേഴ്സ് വെക്റ്ററിൻ്റെ ഡയറക്ഷനും നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു സേ വെദർ ഇറ്റ് ഈസ് എ സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ഓർ എഡ്ജ് ഡിസ്ലൊക്കേഷൻ. അപ്പോൾ അത് എങ്ങനെയാണ് പറയുന്നത്, ഫോർ എഡ്ജ് ഡിസ്ലൊക്കേഷൻ ദേ ആർ പെർപെൻഡിക്കുലർ, അതായത് ദേ ആർ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എഡ്ജ് ഡിസ്ലൊക്കേഷന് ദ ഡിസ്ലൊക്കേഷൻ ലൈൻ വിൽ ബി പെർപെൻഡിക്കുലർ ടു ദി Burgers vector. For edge dislocation the Burgers vector will be perpendicular to the dislocation line. പക്ഷേ അതേപോലെ സ്ക്രൂ ഡിസ്ലൊക്കേഷൻ എങ്ങനെയായിരിക്കും, ബർഗർ വെക്റ്ററും ഡിസ്ലൊക്കേഷൻ ലൈനും പാരലൽ ആയിരിക്കും. നമുക്ക് നോക്കാം, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, റിസൾട്ടാണ്. for a edge dislocation ഈ കാര്യം ഇത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എഡ്ജ് ഡിസ്ലൊക്കേഷൻ്റെ അതാ ബർഗർ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, ഡിസ്ലൊക്കേഷൻ ലൈന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ബർഗർ വെക്റ്റർ ഈ ഡയറക്ഷനിലാണെങ്കിൽ ഡിസ്ലൊക്കേഷൻ ലൈന് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ഇവിടെ പെർപെൻഡിക്കുലർ എന്ന് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിന് ഈ പ്ലെയിനും ഡിസ്ലൊക്കേഷൻ ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദി ബർഗേഴ്സ് വെക്റ്റർ. ഓക്കെ, ഈ പ്ലെയിനിലാണ് ഈ ബർഗേഴ്സ് വെക്റ്റർ ഉള്ളത്. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്തുണ്ടാവുക, ഡിസ്ലൊക്കേഷൻ ലൈൻ ഉണ്ടാവുക. അപ്പോൾ എഡ്ജ് ഡിസ്ലൊക്കേഷൻ ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണ്. സ്ക്രൂ ഡിസ്ലൊക്കേഷനിൽ നോക്കുക, ഡിസ്ലൊക്കേഷൻ ലൈൻ നമ്മൾ പറഞ്ഞു എലോങ് എ ബി ആണ്, ബർഗേഴ്സ് വെക്റ്ററും അതേ ഡയറക്ഷൻ തന്നെയാണ്, ഈ പ്ലെയിനിൽ തന്നെയാണ്. ഇതാണ് ബി ബർഗർ വെക്റ്റർ, ദിസ് ഈസ് ദ ഡിസ്ലൊക്കേഷൻ ലൈൻ എ ബി. സോ ഇൻ സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ദേ ആർ പാരലൽ. എഡ്ജ് ഡിസ്ലൊക്കേഷനിൽ അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഇതിന് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞു, ഡിസ്ലൊക്കേഷൻ ലൈൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇവിടെ ബർഗർ വെക്റ്റർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓർത്തിരിക്കേണ്ട കാര്യം. For an edge dislocation the burger vector and the dislocation line are perpendicular, and for screw dislocation they are parallel. Okay, ഇനി മിക്സ് ഡിസ്ലൊക്കേഷൻ ആണെങ്കിൽ അത് ഇതിൻ്റെയും കോമ്പിനേഷൻ ആയിട്ട് ഉള്ളതാണ് മിക്സ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ബർഗർ വെക്റ്റർ വിൽ ബി ദി സെയിം അറ്റ് ഓൾ പോയിൻറ്റ്സ് അലോങ് ഇറ്റ്സ് ലൈൻ. അപ്പോൾ അത് നിങ്ങൾക്ക് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ബർഗർ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും, ഓരോ ലൈനിലും ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഓരോ ഡിസ്ലൊക്കേഷൻ അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക. ഡിസ്ലൊക്കേഷൻ ലൈനിനനുസരിച്ചിട്ട് ഏത് ടൈപ്പ് ഓഫ് ഡിസ്ലൊക്കേഷൻ അനുസരിച്ചിട്ട് അതിന് ഡയറക്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബർഗേഴ്സ് വെക്റ്ററിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ബർഗേഴ്സ് വെക്റ്ററും നിങ്ങൾ ഡിസ്ലൊക്കേഷൻ ലൈനിൻ്റെ ഓറിയൻറ്റേഷനും നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു സേ വിച്ച് ടൈപ്പ് ഓഫ്
which type of linear defect is present. Okay, thank you. In next video we'll see the surface defects.